ഇന്ന് നമുക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽകുഷ് മസ്താൻ എന്നൊക്കെ പറയും. ഇത് ബേക്കറി സ്റ്റൈലിലല്ല, അതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് 2.5 കപ്പ് മൈദയും അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഏതായാലും ചേർക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മറ്റേ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കാനുള്ളത്. ഒരു പാൻ എടുത്ത് വെച്ച് അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തേങ്ങ ചിരകിയതാണ് ചേർത്തിരിക്കുന്നത്. അതിലോട്ട് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/2 കപ്പ് ചെറി കട്ട് ചെയ്തത്, ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരി, അതും 1/2 കപ്പ് നട്ട്സ്, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രഷ് മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറുമാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡോ ആണ് റെഡിയാക്കാനുള്ളത്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് 4 ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. 2 ദിൽകുഷാണ് ഈ ബണ്ണാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അത് രണ്ടും ഞാനിവിടെ ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നില്ലാത്താണ് ചെയ്യുന്നത്. അതിലോട്ട് വെച്ചിട്ട് അതിൻ്റെ ഫില്ലിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം പരത്തി എൻ്റെ മുകളിൽ കവർ ചെയ്ത് സൈഡ് ഭാഗമൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ഇതേപോലെ തന്നെ പരത്തി എടുത്തിട്ട് ഫില്ലിംഗ് എല്ലാം വെച്ച് കവർ ചെയ്ത് ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പതപ്പിച്ചിട്ട് എഗ് വാഷ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ്, നിൽക്കുമ്പോൾ തന്നെ നല്ല കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നല്ലപോലെ ചൂട് മാറണ്ട, ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ? കോക്കനട്ടിൻ്റെ ആ സ്വീറ്റ്, എന്തായാലും സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു സ്വീറ്റ് ബൺ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചപ്പോഴത്തേക്കും. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ബണ്ണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ടാറ്റാ, ബൈ ബൈ.